പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിൽ മഴ അതിശക്തമായ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തിൻ്റെ വിലയും അതിനേക്കാൾ ഇവർ കുതിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യ വ്യാപാരികളോട് നമുക്ക് തിരക്കപ്പോൾ അറിയാൻ സാധിക്കുന്നത് മത്സ്യത്തിൻ്റെ ലഭ്യത കുറവാണ് ഇത്തരത്തിലുള്ള വിലക്കയറ്റം പൊടുതിനെ ഉണ്ടായെന്നാണ്. ഈ വിഷയത്തിൽ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയിലെ വാടി കടപ്പുറത്തേക്ക് വാർത്ത 24 കടന്നു ചെല്ലുകയാണ്. അതിലെ വാർത്ത 24 കടന്നു ചെല്ലുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷം ഈ മത്സ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നതാണ്. ഹാർബറിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ നിരവധിയായ ചെറുകിട മത്സ്യ വ്യാപാരികളെയും അതോടൊപ്പം തന്നെ കടലിലേക്ക് നോക്കി നിൽക്കുന്ന മത്സ്യ ലേലം വിളിക്കാരെയും നമുക്ക് കാണാൻ സാധിച്ചു. അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, പ്രതികൂല സാഹചര്യമായതിനാൽ മുഴുവൻ വള്ളങ്ങളും ബോട്ടുകളും ഇപ്പോൾ ഒതുക്കിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അഥവാ വള്ളത്തിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്നാൽ തന്നെ വളരെ തുച്ഛമായ മീൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ മീന് വലിയ വിലയും കൊടുക്കേണ്ടി വരുമെന്ന ഒരു സാഹചര്യമാണ്. ഈ മത്സ്യത്തിൻ്റെ ലഭ്യതക്കുറവും പ്രതികൂല സാഹചര്യവും മത്സ്യ മേഖലയിൽ വിലക്കയറ്റത്തിന് കാരണമായെന്നാണ് ചെറുകിട വ്യാപാരികൾ പറയുന്നത്. 1600 അപ്പോൾ വാടി കടപ്പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കാണും. നിരവധിയായ ബോട്ടുകളും വള്ളങ്ങളും ഒരു സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. മത്സ്യ ലേലത്തിനായി കാത്തു നിൽക്കുകയാണ് ഇവിടുത്തെ മത്സ്യ വ്യാപാരികൾ. അതുപോലെ ചെറുകിട വ്യാപാരികളായ ചെറുകിട കച്ചവടക്കാർ ഈ മത്സ്യം വരുന്നതുമായി ബന്ധപ്പെട്ട് കാത്തു കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് മണിക്കൂറുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരക്കിയപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രതികൂല സാഹചര്യത്തിൽ ബോട്ടുകളോ വള്ളങ്ങളോ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ മത്സ്യ വ്യാപാര രംഗത്ത് വലിയ വിലക്കയറ്റം ഉണ്ടാക്കാൻ ഇടയാക്കിയെന്നാണ് മത്സ്യവ്യാപാരികളും ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ കാലാവസ്ഥ തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ തീന്മേശകളിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളുടെ അളവ് കുറയുകയും അത് വലിയ പ്രതിസന്ധി മലയാളികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തെ പൊരുത്തപ്പെട്ടു പോകാൻ മലയാളികൾ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാടി കടപ്പുറത്തു നിന്നും ക്യാമറാമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.